ഫലമില്ലാ മരത്തിൽ നൽഫലമേകും, ബലമില്ലാ ഭുജത്തിന് ബലമേകും. ഫലമില്ലാ മരത്തിൽ നൽഫലമേകും, ബലമില്ലാ ഭുജത്തിന് ബലമേകും. ചെകിടനു കേൾവിയും അന്ധനു കാഴ്ചയും സാധുവിനപ്പവുമായി എന്നേശു എന്നാളും എൻ രക്ഷകൻ. ചെകിടനു കേൾവിയും അന്ധനു കാഴ്ചയും സാധുവിനപ്പവുമായി എന്നേശു എന്നാളും എൻ രക്ഷകൻ. ആ പോക്കിൽ ഒരു വാക്കാൽ ഞാൻ സൗഖ്യമായി, ആ നിഴലൻ വിലാപത്തെ നൃത്തമാക്കി. ആ പോക്കിൽ ഒരു വാക്കാൽ ഞാൻ സൗഖ്യമായി, ആ നിഴലൻ വിലാപത്തെ നൃത്തമാക്കി. ആ നോട്ടം എൻ ജീവന്റെ രക്ഷയായി, ആ പാത ഞാൻ പിൻചെല്ലുമെന്നും എന്നും. ആ നോട്ടം എൻ ജീവന്റെ രക്ഷയായി, ആ പാത ഞാൻ പിൻചെല്ലുമെന്നും എന്നും. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കിയ ഒരു സംഭവം മത്തായി 12:22 മുതൽ ഉള്ള വാക്യങ്ങളിൽ ചേർത്തിട്ടുണ്ട്. യേശു അവനെ ഭൂതബാധയിൽ നിന്ന് വിടുവിച്ചു, അവന് കാഴ്ച നൽകി, അവൻ്റെ കേൾവി വീണ്ടെടുക്കുകയും ചെയ്തു. പരീശന്മാർ ഈ അത്ഭുത സംഭവത്തിൻ്റെ ദിക്സാക്ഷികൾ ആയിരുന്നു എങ്കിലും യേശു ദൈവശക്തി കൊണ്ടല്ല, ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കിയത് എന്ന് സമർത്ഥിക്കുവാൻ ശ്രമിച്ചു. ഈ സമയം കർത്താവ് ചോദിച്ച ഒരു ചോദ്യമാണ് മത്തായി 12:27. ഞാൻ ബെയൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ട് പുറത്താക്കുന്നു? യഹൂദസഭയിൽ അന്ന് നിലനിന്നിരുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്. അതായത് അന്ന് ഭൂതങ്ങളെ പുറത്താക്കുക എന്നത് യഹൂദസഭയുടെ ഒരു സാധാരണ പരിപാടിയായിരുന്നു. യേശു ചെയ്തതുപോലെ അശുദ്ധാത്മാക്കൾ മനുഷ്യനെ വിട്ടുപോകുന്ന സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. യേശുവും അത് ചെയ്തതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ജീവിതത്തിൽ സ്ഥിരമായി നിന്നിരുന്നില്ല. ഭൂതബാധ നീങ്ങിയവരുടെ പിൽക്കാല ജീവിതം പണ്ടത്തേതിലും കഷ്ടമായി തീർന്നിട്ടുണ്ട്. ഇത് അവരെ ഓർപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുന്ന ഉപമയാണ് മത്തായി 12:43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യനിൽ നിന്ന് അശുദ്ധാത്മാവ് വിറ്റുപോയി. അത് വേറൊരുവനെ പ്രവേശിപ്പാൻ ശ്രമിച്ചു, എങ്കിലും നടന്നില്ല. അതുകൊണ്ട് പഴയ മനുഷ്യനിലേക്ക് തന്നെ പ്രവേശിപ്പാൻ തീരുമാനിച്ചു. ഒഴിഞ്ഞു കിടന്നിരുന്ന അവനിൽ തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളുമായി പ്രവേശിക്കുകയും മനുഷ്യൻ്റെ ജീവിതം പഴയതിലും കഷ്ടമാവുകയും ചെയ്തുവെന്ന ഈ ഭൂമിയിൽ കൂടി കർത്താവ് പറയുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത് ഏതെങ്കിലും ഒരു അത്ഭുതത്തിൻ്റെ മഹത്വം നിർണയിക്കേണ്ടത് അത് ജീവിതത്തിൽ എന്ത് സ്ഥായിയായ വ്യതിയാനം വരുത്തിയിരിക്കുന്നു എന്ന് നോക്കി വേണം. അത്ഭുതങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം അത്ഭുതം പ്രവർത്തിച്ച വ്യക്തിയുടെ ദിവ്യത്വം മനസ്സിലാക്കുവാൻ കഴിയില്ല. ആ അത്ഭുതം സംഭവിച്ച വ്യക്തിയിൽ എത്രമാത്രം ദൈവിക സ്വഭാവം ഉളവായിരിക്കുന്നു എന്നതാണ് നോക്കേണ്ടത്. രോഗസൗഖ്യം പലർക്കും ലഭിക്കുന്നുണ്ട്. എന്നാൽ രോഗസൗഖ്യം ലഭിച്ച വ്യക്തിയുടെ ജീവിതം തുടർന്നും കർത്താവിൽ സ്ഥിരപ്പെട്ടു നിൽക്കണം. അപ്പോഴാണ് അത്ഭുതങ്ങൾ അവയിൽ തന്നെ സർവപ്രധാനമായി തീരുന്നത് എന്ന കർത്താവ് ഓർപ്പിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത് ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം മത്തായി 12:28. കർത്താവ് പ്രവർത്തിച്ച അത്ഭുത പ്രവൃത്തികളിൽ എല്ലാം കാണുന്നത് അനുഭവസ്ഥർ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ തുടർന്നും ജീവിക്കുവാൻ തയ്യാറായി എന്ന. ഇന്നും അത്ഭുത രോഗശാന്തി എന്ന് പറഞ്ഞ് ആളുകളെ മാടി വിളിക്കുന്ന സുവിശേഷകന്മാരുണ്ട്. ഈ വിധത്തിലുള്ള പ്രചരണങ്ങൾക്ക് താൽക്കാലികമായ വിജയം ലഭിക്കാം. എന്നാൽ അത് മനുഷ്യരുടെ ജീവിതത്തിലും സ്വഭാവത്തിലും സ്ഥിരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ അത്ഭുതങ്ങൾക്ക് യാതൊരു വിലയും ഉണ്ടാകില്ല. അതുകൊണ്ട് അവയുടെ ഫലങ്ങളാൽ അവയെ തിരിച്ചറിയാം എന്ന് കർത്താവ് പറഞ്ഞത്.
വർഷങ്ങൾക്ക് മുൻപ് വായിച്ച ഒരു ലഘുപുസ്തകമാണ് തമ്പിയുടെ ഹൃദയം. തമ്പിയിൽ അനവധി പാപങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സമയം ഈ പാപ അവസ്ഥയെ എല്ലാം പുറന്തള്ളി ജീവിതത്തെ തമ്പി ശുദ്ധീകരിച്ചു, ജീവിതം വെടിപ്പുള്ളതാക്കി. എന്നാൽ വെടിപ്പാക്കി ശുദ്ധീകരിച്ച ജീവിതത്തിലേക്ക് അവൻ യേശുവിനെ പ്രവേശിപ്പിച്ചില്ല. തുടർന്ന് നാളുകൾ കഴിഞ്ഞപ്പോൾ ആർക്കും സ്ഥാനം കൊടുക്കാതിരുന്ന ഹൃദയത്തിലേക്ക് അവൻ ഉപേക്ഷിച്ച സകല പാപവും മടങ്ങി വന്നു. ജീവിതം കൂടുതൽ ഇരുണ്ടതായി. മാനസാന്തരപ്പെട്ടു എന്നും രക്ഷിക്കപ്പെട്ടു എന്നും അവകാശപ്പെടുന്ന പലർക്കും സംഭവിക്കുന്ന അപകടമാണ് ഇത്. എന്നാൽ പിന്നീട് തമ്പി തന്നിലുള്ള സകല പാപങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്തത്താൽ കഴുകിക്കളയുകയും യേശുവിൻ്റെ തൻ്റെ ജീവിതത്തിൽ സ്ഥാനം നൽകുകയും ചെയ്തു. ഒരു മദ്യപൻ്റെ ജീവിതത്തിൽ മദ്യപാനം ഇല്ലാതാക്കിയ അത്ഭുതം നടക്കാം. എന്നാൽ മദ്യപാനം ഉപേക്ഷിച്ച സ്ഥാനത്ത് അസൂയയോ അക്രമമോ സ്വാർത്ഥതയോ സ്വയം നീതിയോ വിദ്വേഷമോ പ്രവേശിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പിന്നത്തെ സ്ഥിതി അടിച്ചുവാരി അലങ്കരിച്ചിരുന്ന ഒഴിഞ്ഞ വീടിൻ്റെ സ്ഥിതിയായിത്തീരും. മത്തായി 12:44. അതായത് മാനസാന്തരപ്പെട്ടു രക്ഷിക്കപ്പെട്ടു എന്ന സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, മാനസാന്തരപ്പെട്ട ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിരന്തരമുണ്ടായിരിക്കണം. നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും ആകണം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന അനുഭവത്തിലേക്ക് വരണം. യോഹന്നാൻ സ്നാപകൻ തൻ്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിങ്ങളിൽ ഉണ്ടാവണം എന്ന മത്തായി 3:8. നമ്മിൽ നിന്ന് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നീ ഫലം പുറപ്പെടണം. അപ്പോൾ മാത്രമേ നമ്മിൽ നടന്ന അത്ഭുതം സ്ഥായിയായി നിലനിൽക്കൂ. അപ്പോഴാണ് ദൈവരാജ്യ അനുഭവത്തിൽ നാം കടക്കുന്നത്. കർത്താവേ, അത്ഭുതങ്ങളെക്കാളുപരി ആഴമായ മാനസാന്തരവും ക്രിസ്തീയ സ്നേഹത്തിൻ്റെ അനുഭവവും എന്നിൽ രൂപപ്പെടുത്തണമേ. ആമേൻ. കൈകൊട്ടി പാടാം, നാം ചേർന്നു പാടാം കർത്താവാം യേശുവിൻ നാമമെന്നും. കൈകൊട്ടി പാടാം, നാം ചേർന്നു പാടാം കർത്താവാം യേശുവിൻ നാമമെന്നും. ആർപ്പോടെ ഘോഷിക്കാം, ആനന്ദിക്കാം, സ്നേഹത്താൽ ഒത്തുചേർന്നാരാധിക്കാം. ആർപ്പോടെ ഘോഷിക്കാം, ആനന്ദിക്കാം, സ്നേഹത്താൽ ഒത്തുചേർന്നാരാധിക്കാം. ആ പോക്കിൽ ഒരു വാക്കാൽ ഞാൻ സൗഖ്യമായി, ആ നിഴലൻ വിലാപത്തെ നൃത്തമാക്കി. ആ പോക്കിൽ ഒരു വാക്കാൽ ഞാൻ സൗഖ്യമായി, ആ നിഴലൻ വിലാപത്തെ നൃത്തമാക്കി. ആ നോട്ടം എൻ ജീവന്റെ രക്ഷയായി, ആ പാത ഞാൻ പിൻചെല്ലുമെന്നും എന്നും. ആ നോട്ടം എൻ ജീവന്റെ രക്ഷയായി, ആ പാത ഞാൻ പിൻചെല്ലുമെന്നും.